ബി.ജെ.പി. അംഗത്വം സ്വീകരിച്ച പത്മജ വേണുഗോപാലിനെതിരെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിവാദ പരാമർശം നടത്തിയിരുന്നു. രാഹുൽ നടത്തിയ പരാമർശത്തിനെതിരെ കോൺഗ്രസിൽ ഇപ്പോൾ കടുത്ത വിമർശനമാണ് ഉയർന്നു കേൾക്കുന്നത്. കെ.പി.സി.സി. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ശൂരനാട് രാജശേഖരനാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിമർശനമുയർത്തിയിരിക്കുന്നത്. എന്നാൽ വി.ഡി. സതീശന് ഈ വിഷയത്തിൽ മറ്റൊരു നിലപാടാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ തൽക്കാലം വിവാദം വേണ്ടെന്ന നിലപാടായിരുന്നു പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ മകൾ പത്മജ ബി.ജെ.പിയിലേക്ക് പോയതിന് പിന്നാലെ വിമർശനങ്ങളുമായി നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നതാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പത്മജ വേണുഗോപാൽ പാർട്ടി ഉപേക്ഷിച്ച് ബി.ജെ.പിയിൽ ചേർന്നത് കോൺഗ്രസിന് കടുത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻപ് അനിൽ ആന്റണി പാർട്ടി ഉപേക്ഷിച്ചപ്പോൾ ഇത്രയും വലിയൊരു തിരിച്ചടി കോൺഗ്രസിന് നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാൽ പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ലീഡറുടെ മകൾ പാർട്ടി ഉപേക്ഷിച്ചു എന്ന ധർമ്മസങ്കടത്തിലാണ് നേതാക്കളൊക്കെ. മാത്രമല്ല കെ.പി.സി.സി. ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു പത്മജ. കെ മുരളീധരൻ വരെ നേരിട്ട് രംഗത്ത് വന്ന് പത്മജയുമായി ഇനി യാതൊരു തരത്തിലുമുള്ള ബന്ധവുമില്ല എന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. ഇതിനൊക്കെ ഇടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരാമർശം. രാഹുലിന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിലുടനീളം വലിയ തോതിൽ തന്നെ പ്രചരിച്ചതോടെ വിവാദമാവുകയായിരുന്നു. ഇപ്പോൾ രാഹുലിന്റെ ഈ പരാമർശം പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത അതൃപ്തി സൃഷ്ടിച്ചിരിക്കുകയാണ്. മാത്രമല്ല അതിനെതിരെയാണ് ഇപ്പോൾ നേതാക്കൾ പലരും രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുലിന്റെ ഭാഷയിൽ അഹങ്കാരത്തിന്റെ സ്വരമുണ്ടെന്നും ഒരു സ്ത്രീയെ മോശം ഭാഷയിൽ അധിക്ഷേപിച്ചത് ശരിയായ രീതി അല്ലെന്നും ശൂരനാട് രാജശേഖരൻ പാർട്ടി യോഗത്തിൽ പറയുകയുണ്ടായി. കോൺഗ്രസിന്റെ ആദരണീയനായ ലീഡറെ ഇതിലേക്ക് വലിച്ചിഴച്ചതിനെതിരെയും ശൂരനാട് രാജശേഖരൻ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വിഷയം നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണെന്നും തിരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഇനിയും വിവാദങ്ങൾ വേണ്ടെന്നുമാണ് യോഗത്തിൽ വി.ഡി. സതീശൻ നിലപാടെടുത്തിരിക്കുന്നത്. കരുണാകരന്റെ പൈതൃകം പത്മജ ഇനി എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസ് തെരുവിലിറങ്ങി പത്മജയെ തടയും. ബയോളജിക്കലി കരുണാകരൻ പത്മജയുടെ അച്ഛനാണ്. പൊളിറ്റിക്കലി തന്തയ്ക്കു പിറക്കാത്ത മകളായി പത്മജ അറിയപ്പെടും എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ. പക്ഷേ ദയവ് ചെയ്ത് ഇനി കരുണാകരന്റെ മോള് എന്ന് പറയരുത്. ഇനി കരുണാകരന്റെ ലെഗസി പത്മജ എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസുകാർ തെരുവിലിറങ്ങി പത്മജയെ തടയുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ലാതെ അവർ പോകുന്നതിനകത്ത് ഞങ്ങൾക്കൊരു പ്രയാസമില്ല. അതുകൊണ്ട് ഇന്നു മുതൽ കെ കരുണാകരനും പത്മജയും തമ്മിൽ ബയോളജിക്കൽ ഫാദർ എന്ന ബന്ധം ഉണ്ടാകും. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ സാധാരണ ആരെയും തന്തയ്ക്ക് പിറക്കാത്തവരെന്ന് വിശേഷിപ്പിക്കില്ല. കാരണം അത് ബയോളജിക്കലിയും കറക്റ്റ് അല്ല, പൊളിറ്റിക്കലിയും കറക്റ്റ് അല്ല. കാരണം അച്ഛനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യമുള്ളത്. ഈ ഒരു ആധുനിക സമൂഹത്തിൽ തന്തയ്ക്ക് പിറക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, അമ്മയ്ക്ക് പിറക്കുന്നതും വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത് ബയോളജിക്കലി അത് കറക്റ്റ് അല്ല. പക്ഷേ മതേതര പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും എടുക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ഇനിയും കെ കരുണാകരൻ എന്ന തന്തയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അത് ബയോളജിക്കലി അല്ല, പൊളിറ്റിക്കലിയും അതുപോലെ തന്നെ സെക്യുലർ സ്റ്റാറ്റിസ്റ്റിക്സും തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ ഇടം പിടിക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റുകാരിയായി, ചരിത്രത്തിലെ പിതൃഘാതക എന്ന പേരിലായിരിക്കും ഇനി പത്മജ അറിയപ്പെടാൻ പോവുക. പത്മജ വേണുഗോപാലിന്റെ ഇറങ്ങിപ്പോക്കുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പരാമർശത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും വിലയിരുത്തുന്നത് മറ്റൊരു രീതിയിലാണ്. ഒരു സ്ത്രീയെ പൊതുസമൂഹത്തിന് മുന്നിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്ന് വിമർശനമുയരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് പാർട്ടി വിട്ടു പോയവരും അതുപോലെ തന്നെ കോൺഗ്രസ് ഉപേക്ഷിച്ച് ബി.ജെ.പിയിൽ ചേരുന്നതും ഒരു പുതിയ കാഴ്ചയല്ല. കെ കരുണാകരന്റെ മകൾ ആയതുകൊണ്ട് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം ഉള്ളതുകൊണ്ടും കോൺഗ്രസ് നേതാവായതുകൊണ്ടും അവർക്ക് പാർട്ടി ഉപേക്ഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ ചേരാൻ പാടില്ല എന്ന് പറയാൻ സാധിക്കില്ല. മാത്രമല്ല ഈ വിഷയത്തിൽ പത്മജ വേണുഗോപാൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. തന്റെ അമ്മയാണ് പറഞ്ഞതെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കുമെന്നുമായിരുന്നു പത്മജ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്.
അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിവാദ പരാമർശം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല കോൺഗ്രസിനുള്ളിലെ നേതാക്കൾ പോലും ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിരവധി നേതാക്കൾ തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും പാർട്ടി ഉപേക്ഷിച്ച് BJP-യിലേക്ക് ചേരുകയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന്. ഇതെല്ലാം തന്നെ കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിലാക്കി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാമർശവും ഇപ്പോഴും വിവാദത്തിൽ തന്നെയാണ്.